ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാരീസ് വേൾഡ്. അപ്പം ഹാരീസ് വേൾഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വേൾഡിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ബൺ മസ്ക ആൻഡ് ഇറ്റാലിയൻ ടീ. പക്ഷേ ബൺ മസ്ക മാത്രമേ ഉള്ളൂ, ഇറ്റാലിയൻ ടീ ഇല്ല. അപ്പം അതാണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ അമൂൽ ബട്ടർ നമ്മൾ ഒരു ഹാഫൊക്കെ എടുത്ത് ഒരു പ്ലേറ്റിലോട്ടിട്ട് നമ്മൾ നിലവർത്തിക്കുന്നു സ്മാഷ് ചെയ്തൊരു പേസ്റ്റ് വെറുതെയാക്കി അതിൻ്റെ മേലോട്ട് തന്നെ നമ്മളൊരു മിൽക്ക് മെയ്ഡ് നമുക്ക് ആവശ്യമുള്ള അത്രയും ക്വാണ്ടിറ്റി അങ്ങ് ഒഴിച്ച് കൊടുക്കുകയാണ്. എനിക്ക് ഈ മിൽക്ക് മെയ്ഡ് നല്ല ഇഷ്ടമാട്ടോ, നല്ല സാധനമല്ല, എനിക്ക് നല്ല ഇഷ്ടമുള്ള സാധനമാട്ടോ മിൽക്ക് മെയ്ഡ്. ഞാൻ എപ്പോഴും കണ്ടാലും എടുത്തങ്ങ് തിന്നും. ഒരു സ്പൂൺ എടുത്തിട്ട് കോഴി അങ്ങ് തിന്നും, നല്ല ടേസ്റ്റില്ലേ അതിന്. അപ്പോൾ അതേ നമ്മളാണെങ്കിൽ ഇത് ഇങ്ങനെ മിൽക്ക് മെയ്ഡൊക്കെ കുറച്ച് തിന്നു. അപ്പോൾ അമ്മച്ചിയാണ് അവിടെ സൈഡിൽ നമ്മുടെ ബട്ടറും മിൽക്ക് മെയ്ഡും കൂടെ നല്ല വൃത്തിക്ക് തന്നെ മിക്സ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ മിക്സ് ആയി കഴിഞ്ഞ് പിന്നെ നമ്മുടെ ഒരു തട്ടിക്കൂട്ട് ബൺ മസ്കാട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ പ്രൊഫഷണൽ ഷെഫായ ഞാനാണെങ്കിൽ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ ബണ്ണൊക്കെ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് നല്ല വൃത്തിക്ക് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ചൂടാക്കി എടുക്കണം. അപ്പോൾ ദേ ഞാൻ നടക്കുന്നത് എന്തൊക്കെയൊക്കെയോ പറയുന്നുണ്ട്, എനിക്കൊന്നും അറിയത്തില്ല ഞാൻ എന്തൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അച്ഛൻ വിളിച്ചു, നമ്മളാണെങ്കിൽ അങ്ങോട്ട് അങ്ങനെ ഓടിപ്പോയി. പിന്നെ തിരിച്ചിങ് വന്നു. അപ്പോഴത്തേക്കും അമ്മച്ചിയും വന്നു. അപ്പോൾ ഞങ്ങളാണെങ്കിൽ അവിടെ സ്റ്റൗവൊക്കെ കത്തിച്ച് നമ്മുടെ പാനൊക്കെ വെച്ചു. ഇനി പാനകത്തെ വെള്ളമെല്ലാം നീരാവിയായി ഇവാപ്പറേറ്റ് ആയി പോകാൻ വേണ്ടി നമ്മുടെ പാൻ ചൂടാവാൻ വേണ്ടി വെച്ചു. പിന്നെ ഇവാപ്പറേറ്റ് ആയി പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതേ അവിടെ മേളിക്കറിയിരുന്ന് വെയിറ്റിങ് ഏകദേശം അവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ എനിക്ക് തോന്നി അവിടെ ഞാൻ ഒരു വർഷത്തിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് സമയം പെതുക്കെയാണ് പോയത്. ഈ ബൺ മസ്ക് കഴിക്കാൻ എനിക്ക് നല്ല കൊതിയായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കഴിച്ചു കഴിഞ്ഞപ്പം എൻ്റെ കൊതിയില്ല, അങ്ങ് തീർന്നു കിട്ടി. അപ്പോൾ നമ്മളിതേ രണ്ട് ബണ്ണ് ദേഹവും സെറ്റായിട്ട് നമ്മൾ എടുത്ത് പിന്നെ അടുത്ത് നമ്മൾ രണ്ട് ബണ്ണ് നമ്മളിവിടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഞാനിവിടെ നമ്മുടെ ക്രീം എല്ലാവരും എടുത്ത് കാണിച്ചു കൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മുടെ ബണ്ണിൻ്റെ അതിനകത്തോട്ടാണ് നമ്മുടെ ക്രീമെല്ലാം എടുത്ത് നമ്മൾ വെക്കുകയാണ്. അപ്പോൾ അമ്മച്ചിയാണെങ്കിൽ അവിടെ സൈഡിലായിട്ട് നമ്മുടെ തേയിലവെള്ളം അല്ലെങ്കിൽ കാപ്പി, അപ്പോൾ കാപ്പി ഉണ്ടായിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ നമ്മുടെ ബൺ മസ്കിൽ ക്രീം വെക്കുന്ന പരിപാടി തുടങ്ങി. അപ്പം ഞാനാണെങ്കിൽ ആദ്യത്തെ ലെയർ 2 എടുത്തങ്ങ് വെച്ചു. പിന്നെ അമ്മച്ച പ്രൊഫഷണലായ നമ്മുടെ കുക്ക് ഷെഫ് അമ്മ വന്ന് നമ്മുടെ ക്രീമൊക്കെ സൈഡിലൊക്കെ തേച്ച് തന്നു. അപ്പം നമ്മളാണെങ്കിൽ ഒരു ബൺ മസ്ക് അങ്ങനെ ഉണ്ടാക്കി സൈഡിലൊട്ട് വെച്ചു. അപ്പം ഞാനാണെങ്കിൽ വളരെ സാഹസികമായിട്ട് ക്രീമെല്ലാം എടുത്ത് ഓണത്തിൻ്റെ മേളിൽ വെച്ചു. തട്ടിക്കൂട്ടി ഒരെണ്ണം ഒരു ബൺ മസ്ക് എങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ ബൺ മസ്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളാരും സ്ക്രോൾ ചെയ്യാതെ കാണണേ. അപ്പം നമ്മുടെ അടുത്ത സെറ്റ് നമ്മുടെ ബണ്ണ് ഇവിടെ ചൂടാക്കി കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനാണെങ്കിൽ ഈ പ്രശ്നം പൊട്ടത്തരം കാണിച്ച് അടുത്ത 2 സാധനങ്ങൾ എടുത്തങ്ങ് വെച്ച് എന്തായാലും കൈക്കൂട്ടി നമുക്ക് ബൺ മസ്ക് ആയി കിട്ടിയാൽ പറയും. അപ്പോൾ നമ്മൾ പിന്നെ അതിനകത്ത് ക്രീമൊക്കെ ഒഴിച്ച് അപ്പോൾ അവസാനത്തെ ആയിട്ട് നമ്മുടെ ഒരു ബൺ മസ്ക് ഉണ്ടാക്കാൻ വേണ്ടി മണ്ണെടുത്ത് ക്രീം എന്താ വെച്ചത് ഇതെന്ത് പപ്പടത്തിൻ്റെ പൂരിയുടെ ഷേപ്പാക്കി എടുത്തത് നമ്മുടെ പ്രൊഫഷണൽ അമ്മ വന്ന് ക്രീമെല്ലാം തേച്ച് പോയി. അപ്പോൾ നമ്മുടെ ബൺ മസ്ക് ഇവിടെ സെറ്റിലാക്കി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ആൾക്കുന്നത് വളബള ടോക്കിങ്. പിന്നെ നമ്മുടെ കാപ്പി സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാപ്പി ഒഴിച്ച് ലച്ചയുടെ കാപ്പി ഒഴിച്ച് നമ്മുടെ 4 ബൺ മസ്ക് എന്തെങ്കിലും സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മുടെ നമ്മുടെ പ്രൊഫഷണൽ ആക്ടർ വേൾഡ് റെക്കോർഡ് കൊടുക്കണം. നമ്മൾ ഒളിമ്പിക്സിൽ പോയി നമ്മൾ വേൾഡ് റെക്കോർഡ് കൊടുക്കണം, ബെസ്റ്റ് ആക്ടിങ് ഇൻ ദ വേൾഡ്. ആ സൂപ്പർ സ്റ്റാറായ നമ്മുടെ അമ്മൂമ്മയെ വിളിച്ചുകൊണ്ട് പോയി നമ്മുടെ ബൺ മസ്ക കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അമ്മൂമ്മയൊക്കെ ആദ്യം എന്തുവാടെ സാധനം, എനിക്ക് ഷുഗറെല്ലാം പിടിക്കുമെന്ന് പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അമ്മൂമ്മ 2 കൈ അടുപ്പിച്ച് അങ്ങനെ തിന്നാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരെണ്ണെടുത്ത് തിന്നു. അമ്മൂമ്മയുടെ കിളി ആദ്യമേ അങ്ങ് പോയിട്ട് എന്തൊക്കെയൊക്കെ കിടന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അമ്മ കാണിക്കുന്നതെല്ലാം ലൈക്ക് ചെയ്യാനാണ്. അപ്പോൾ ലൈക്ക് ചെയ്യണേ, മറക്കല്ലേ, കൂട്ടത്തിൽ സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ നമ്മുടെ ബണ്ണൊക്കെ ഞാനിവിടെ കഴിച്ച് എനിക്ക് ആദ്യമേ തന്നെ കഴിച്ചപ്പോൾ തന്നെ മൊത്തം മത്ത് പിടിച്ച് ഒടുക്കത്തെ ടേസ്റ്റ് അതേ സാധനമായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാം സംസാരിച്ചുകൊണ്ട് അമ്മച്ചിയും അമ്മൂമ്മയും വളരെ കുശലം പറഞ്ഞ് ഞാൻ ഇവിടെ സൈഡിൽ നിന്ന് ഉള്ള എല്ലാവരെയും വായ നോക്കിക്കൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എനിക്ക് കിളി ഭയങ്കര
തിരിഞ്ഞു നോക്കും പിന്നെയും കഴിക്കും, തിരിഞ്ഞു നോക്കും പിന്നെയും കഴിക്കും. പിന്നെ അമ്മച്ചാണെങ്കിൽ ഒരു ഗ്ലാസ് എടുക്കാൻ മറന്നുപോയി. അപ്പം ഞാൻ ഗ്ലാസ് എടുക്കാൻ വേണ്ടി കുലുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് സൂപ്പർ ഫാസ്റ്റ് വിട്ട് അകത്ത് പോയിട്ട് നമ്മൾ ഗ്ലാസ്സൊക്കെ എടുത്തുകൊണ്ട് പോയി. അപ്പം നമ്മൾ അവിടെ പോയി ഗ്ലാസ്സെല്ലാം എടുത്തുകൊണ്ട് ഇപ്പം തിരിച്ച് വരും. ഇപ്പം വന്നില്ല, ഈ ആണ്ട വന്നു പോയി. അപ്പോഴത്തേ ഇപ്പം വന്നിട്ട് എനിക്ക് മൊത്തത്തിൽ മത്ത് പിടിച്ചെല്ലാം ഉള്ള കൈ ഞാൻ അവിടെ കിടന്ന് കിറങ്ങി കിടക്കുവാണ്. തെക്കും മടക്കും എനിക്ക് നീ വന്നിട്ട് അതിനകത്ത് മത്ത് പിടിച്ചെൻ്റെ. അങ്ങനെ നമ്മൾ ചായയും കുടിച്ച് തലവേദന എടുത്ത് മത്തും പിടിച്ചതേ. ഞാനൊക്കെ എനിക്ക് കണ്ണൊന്നും കാണുന്നില്ല. ശിവനെ ജില്ലെന്നും പറഞ്ഞ അടക്കുകയാണ് ഗൂസ്. ഇത് ശിവനാ, ഇത് യാത് ജില്ലയുടെ എനിക്കൊന്നും അറിയത്തില്ല ഗൂസ്, ഇത് യാത് ജില്ലയാണെന്ന്. ഇത് യാതൊക്കെയോ ജില്ലയാണെന്ന് എനിക്കറിയാം. അപ്പം എല്ലാം കുളിച്ച് ഇനി തിരിച്ചിറങ്ങാൻ വേണ്ടിയുള്ള പ്ലാനിങ്ങാണ്. അപ്പം നമ്മളിനി തിരിച്ചിറങ്ങാൻ പോവുകയാണ് ഗൂസ് ഇവിടുന്ന് കുഞ്ഞു കുളിക്കുക. അപ്പം എല്ലാവർക്കും ബൈ ഫ്രം ഹരീസ് ഫ്ലാഗ്.